അയ്യോ പോയേ, ഓസ്ട്രേലിയ പോയേ. ഓസ്ട്രേലിയക്ക് എന്താ പറ്റിയേ? അങ്ങനെ ഓസ്ട്രേലിയ എന്ന് നിൽക്കുമായി 2026 T20 വേൾഡ് കപ്പിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ് ഗൈസ് എന്ന് ഞാൻ വളരെ ശക്തമായി പറയുന്നത്. ഇനി എങ്ങാനും ഓസ്ട്രേലിയക്ക് വരണം എന്നുണ്ടെങ്കിൽ രണ്ട് പോസിബിലിറ്റിയേ ഉള്ളൂ. ഓസ്ട്രേലിയ അടുത്ത ഒമാനുമായിട്ടുള്ള കളിയിൽ ഹൈ മാർജിനിൽ അവരെ തോൽപ്പിക്കണം. സിംബാബ്വെക്ക് ഇനി 2 കളിയുണ്ടേ. സിംബാബ്വെ ഓൾറെഡി 2 കളി കളിച്ച് 2 കളിയിലും 4 പോയിന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സിംബാബ്വെക്കാരുടെ 2 കളിയിലും അവർ രണ്ടും തോക്കണം. ഓക്കെ, അത് ശ്രീലങ്കയായിട്ടും അയർലൻഡുമായിട്ടാണ് കളി, അത് നിങ്ങൾ മറക്കരുത്. അങ്ങനെ ഓസ്ട്രേലിയ ഒമാനുമായിട്ട് ഹൈ മാർജിൻ ജയിക്കുകയും സിംബാബ്വെ അടുത്ത 2 കളിയിലും തോക്കുവാണെങ്കിൽ സിംബാബ്വെക്കും ഓസ്ട്രേലിയക്കും 4 പോയിന്റ് വരും. ഈ 4 പോയിന്റ് ആകുമ്പോഴത്തേനും ഇവർ രണ്ടുപേരിലും ആർക്കാണ് കൂടുതൽ റൺ റേറ്റ് ഉള്ളത് അവരായിരിക്കും സെക്കൻഡ് ക്വാളിഫയിങ് സ്പോട്ടിലേക്ക് എത്തിച്ചേരുക. ഇതിൽ വേറൊരു ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അയർലൻഡിനും ഇനി 2 മാച്ച് ഉണ്ട്. അതിലും ആ 2 മാച്ചിലും ഏതെങ്കിലും ഒരു മാച്ച് ജയിച്ചാൽ പോലും 4 പോയിന്റോട് കൂടെ ഇവരുമായിട്ട് ഈക്വലൈസ് ആവും. പിന്നെയും അയർലൻഡിന് വീണ്ടും റൺ റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അയർലൻഡിനും കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. എന്റെ ഒരു ഊഹാപോഹം വെച്ച് 2023 വേൾഡ് കപ്പിന് ശേഷം അന്ന് മിച്ചൽ മാർഷൽ കപ്പിന്റെ മേളിൽ കാലൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്തില്ല, അതിനുശേഷം എന്തോ ഇവരുടെ ടീമിന് സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പിന്നെ ഒരു മേജർ ടൂർണമെന്റിലും ഇവർ കപ്പ് എടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഓസ്ട്രേലിയ പോയാലും ബാക്കിയുള്ള ടീമുകൾ ശക്തിയായിട്ടുള്ള പോരാട്ടം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇത്തവണ നമ്മുടെ ഇന്ത്യ തന്നെ കപ്പ് എടുക്കുമെന്ന് എന്റെ ഉള്ളുവിളി എന്തോ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം.